ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ VSS റിപ്പോർട്ടിന് പിന്നാലെയാണ് വീണ്ടും പരിശോധന നടത്താൻ SITക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പാളുകൾ വീണ്ടും പരിശോധിക്കണമെന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ VSS റിപ്പോർട്ടിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടിയുണ്ട്. സിജോ പി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഈ റിപ്പോർട്ടിന് പിന്നാലെ വീണ്ടും വിശദമായ പരിശോധന നടത്തണമെന്നാണോ SITക്ക് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം? വിശദമായ പരിശോധനകളിലേക്ക് കടക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ ഗോൾഡ് പ്ലേറ്റുകളുടെ പരിശോധന ശബരിമല സന്നിധാനത്ത് എത്തി നടത്തും. അത് നാളെ തന്നെ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണത്തിലേക്ക് കൂടുതൽ ആളുകളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 ഉദ്യോഗസ്ഥരെ കൂടി ഇതിലേക്ക് നിയമിച്ചിട്ടുണ്ട്. NRISലെ DYSP ശ്രീകാന്ത്, അത് കോഴിക്കോട് നിന്നുള്ള ഒരു SI സേതുനാഥ് എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അന്വേഷണത്തിന് ആവശ്യമായ മുഴുവൻ സഹായവും സാങ്കേതിക സൗകര്യവും കാലതാമസം കൂടാതെ അനുവദിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പല ആവശ്യങ്ങളാണ് ഇപ്പോൾ കോടതി തന്നെ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ അന്വേഷണം അത് കാലഘട്ടത്തിലേക്ക് കൂടുതൽ മാറുകയാണ്. നേരത്തെ A. പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും കൊണ്ടുപോകുന്ന സമയം, അതിനുശേഷം കഴിഞ്ഞ തവണ 2025 ഈ കട്ടളപ്പാളികൾ PS പ്രശാന്തിന്റെ കാലത്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ 2 ഭരണസമിതിയുടെ കാലത്താണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ പരിശോധിച്ചിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. ഈ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അന്വേഷണമാവരുത്. കഴിഞ്ഞ 20 വർഷത്തെ ക്ഷേത്ര ഭരണസമിതിയിലേക്കും മറ്റ് ഇടപാടുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ളൊരു കാര്യവും കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദമായതാണ് ഈ വാജിവാഹനത്തിന്റെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട്. വാജിവാഹനം ഈ ശബരിമലയിലെ കൊടിമരം പുനർനിർമ്മിക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നതാണ് വാജിവാഹനം. ഈ വാജിവാഹനം 1998 വിജയമലയുടെ നേതൃത്വത്തിൽ UB ഗ്രൂപ്പ് അവിടെ സ്വർണം പൂശിയതു മുതൽ, സ്വർണം സ്ഥാപിച്ചത് മുതലുള്ള കാര്യങ്ങൾ, പിന്നീട് ഇങ്ങോട്ട് നടത്തിയ ഇടപെടലുകൾ, എപ്പോഴൊക്കെ ഈ സ്വർണ്ണപ്പാളികളിൽ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട്, എന്തൊക്കെ മാറ്റങ്ങൾ അവിടുത്തെ വരുത്തിയിട്ടുണ്ട്, ഏതൊക്കെ സ്വത്തുക്കൾ അവിടെ നിന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതിലേക്കൊക്കെയുള്ള ഒരു വിശദമായ അന്വേഷണമാണോ ഇനി നടക്കാൻ പോകുന്നത്? സിജോയിലേക്ക് വരാം. ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ VSS റിപ്പോർട്ടിൽ ഉണ്ടായിട്ടുള്ളത്. 1998 ആദ്യ സ്വർണ്ണപ്പാളികളും 2019 പ്ലേറ്റിംഗ് നടത്തിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എന്ന കണ്ടെത്തൽ വരികയാണ്. അത് വളരെ നിർണായകമാണ് ഈ സ്വർണ്ണക്കൊള്ള അന്വേഷണത്തിൽ ഇന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അതുപോലെ തന്നെ SIT നൽകിയ റിപ്പോർട്ട് പരിശോധിച്ചുള്ള ഹൈക്കോടതി ഉത്തരവിലാണ് ഇക്കാര്യമുള്ളത് എന്നാണ്. ഉത്തരവിന്റെ വിശദാംശങ്ങൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 2017 കൊടിമരം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഫയലുകളും അതുപോലെ തന്നെ ഭരണപരമായ രേഖകളൊക്കെ പരിശോധിക്കാനുള്ള നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ദ്വാരപാലക വിഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണം കഴിഞ്ഞ 20 വർഷത്തെ ക്ഷേത്ര ഭരണത്തിലേക്കും അതുപോലെ തന്നെ മറ്റിടപാടിലേക്കും വ്യാപിപ്പിക്കാൻ കൂടിയുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ 20 വർഷക്കാലം ശബരിമലയിൽ നടന്നിട്ടുള്ള ഇടപെടലുകൾ ഇതിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. സിജോ പി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, അന്വേഷണം ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ 20 വർഷക്കാലയളവിലെ ഇടപെടലുകൾ ഇതൊക്കെ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ എന്ന് തൊട്ട്, ഏത് വർഷം തൊട്ടുള്ള ഇടപെടലുകളാണ് ഇനി അന്വേഷണ പരിധിയിലേക്ക് വരാൻ പോകുന്നത്? ശബരിമലയിലെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട സമഗ്രമായ ഒരു അന്വേഷണത്തിനാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നതിന് പറയേണ്ടി വരും. കാരണം ഇത്രയും നാൾ അന്വേഷിച്ചിരുന്നത് ദ്വാരപാലക ശില്പവും അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും കടത്തിക്കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത് എന്നുള്ളൊരു കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും കോടതി വാക്കാലുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ അന്വേഷണം ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയിൽ മാത്രമാക്കി നിർത്തരുത്, അതിനപ്പുറത്തേക്ക് അന്വേഷണം പോകണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ വാജിവാഹനം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി തന്നെ നിർദ്ദേശപ്രകാരം തന്നെ അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ കോടതി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് 20 വർഷത്തെ ക്ഷേത്ര ഭരണത്തിലേക്കും മറ്റ് ഇടപാടുകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് കോടതി ഒരു നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിനു മുമ്പുണ്ടായിട്ടുള്ള പല ഇടപാടുകളും ഇനി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ വാജിവാഹനം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടും ഒരു
വിശദമായ അന്വേഷണത്തിലേക്ക് സ്വാഭാവികമായും കടക്കുകയും ചെയ്യും. ഈ വാജിവാഹനം കൊണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴാണ് കോടതി SITക്കും അതോടൊപ്പം തന്നെ ദേവസ്വം വിജിലൻസിനും അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നത്. അതിനുശേഷമാണ് പല വിവരങ്ങളും പുറത്ത് വരികയും ചെയ്തിരുന്നത്. അത് 2012 ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവിന് വിരുദ്ധമായിട്ടാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ വാജിവാഹനം കൊടുത്തുവിട്ടതെന്നായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്ന വിവരം. പക്ഷെ അതിനുശേഷം പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഒരു ഓർഡർ ഇറങ്ങിയിരുന്നു, ഇതൊരു കീഴ്വഴക്കത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തുവിട്ടെന്നുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പരസ്പര വിരുദ്ധമായ ഓർഡറുകളും ഒക്കെയാണ് നിലനിന്നിരുന്നത്. അപ്പോൾ ആ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. അതിനപ്പുറത്തേക്കും വൻ ഇടപാടുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കും ഒക്കെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് സ്വാഭാവികമായും ഇപ്പോൾ വന്നിരിക്കുന്നത്. കോടതി തന്നെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ളയുടെ അതിന്റെ ഡെപ്ത് അറിയുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ തന്നെ ശബരിമലയിലെത്തി ഈ സ്വർണ്ണപ്പാളികളുടെ വിശദമായ പരിശോധനകളിലേക്ക് കടക്കാനുള്ള ഒരു നിർദ്ദേശമാണ് SITക്ക് കോടതി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനും അതോടൊപ്പം തന്നെ ഇത് കണ്ടെത്തിയ തെളിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരിൽ നിന്ന് വിവരം തേടാനുള്ള ഒരു നിർദ്ദേശവും കോടതി തന്നെ ശബരിമല കൂടുതൽ തലങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലയളവിലെ ഇടപെടലുകൾ അത് അന്വേഷിക്കണമെന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന് വരികയാണ്. സിജോ വി ജോണാണ് വിശദാംശങ്ങൾ നൽകുന്നത്.